ഉൾപ്പെടെ ഈ ബഹുജന സമരത്തിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയങ്കരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് 2024 1-ാം തീയതിയാണ്. നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ലോക ജനത പ്രത്യാശയോടെയും പ്രതീക്ഷയോടും കൂടി ഒരു പുതു മത്സരത്തെ വരവേൽക്കുന്ന ഈ വേളയിൽ മറ്റെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ ഈ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നത് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആത്മാവിന് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. സ്ത്രീധന നിരോധന നിയമം 1961 ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ചട്ടങ്ങളും നിയമങ്ങളും പുതുതായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവന്നിട്ടും ഇന്നും സ്ത്രീധനം ഒരു പിശാചായി ഡെമോക്രസിന്റെ വാള് പോലെ ഓരോ പെൺകുട്ടിയുടെയും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് പരിഷ്കൃത കേരളത്തിന് ഏറ്റവും അപമാനകരമായിട്ടുള്ള കാരണങ്ങളാണ്. പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് സ്വന്തം നാമം പോലും ഇല്ലാതാകുന്ന നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾ കേവലം നാമം മാത്രമായി പോകുന്ന നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ ജീവൻ എടുക്കുന്ന ക്രൂരരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഏറ്റവും ഉദാത്തമായ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ അതിനെ പിണറായി സർക്കാർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന വേദന കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞാനടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനാണ് കേരളത്തിൽ പോലീസ് സേനയെ നിയോഗിച്ചിരിക്കുന്നതെങ്കിൽ രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ പീനൽ കോഡൊക്കെ ഇപ്പൊ മോഡി മാറ്റി, എല്ലാ പേരും മാറ്റി, ഈ പേരൊക്കെ പഠിച്ചു വേണം. ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ സാക്ഷ്യപത്രം, അങ്ങനെ ക്രിമിനൽ പ്രൊസീജിയർ കൂടെ എല്ലാം പേര് മാറ്റിയെങ്കിലും രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായി രൂപം കൊണ്ടിട്ടുള്ള നിയമങ്ങൾക്ക് പിന്തുടർന്നുകൊണ്ടുള്ള നടപടികൾ പോലീസിൽ നിന്ന് നാം ആദരിക്കുമ്പോ പിണറായിയുടെ കള്ളക്കടത്തിനും കച്ചവടത്തിനും പിണറായിയുടെയും മന്ത്രിമാരുടെയും CPM-ന്റെ നേതാക്കന്മാരുടെയും കള്ളക്കടത്തിനും അങ്ങനെയുള്ള അവരുടെ സ്ത്രീപീഡനത്തിന് രക്ഷിക്കാനുമുള്ള തത്രപ്പാടിലാണ് കേരള പോലീസ്. അവിടെ എവിടെയാണ് തിരുവല്ലത്തെ ഷഹാനയ്ക്കും അതുപോലെ ഓർക്കാട്ടേരിയിലെ ഷബ്നയ്ക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു മുഴം കയറിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന കൊച്ചു പെൺകുഞ്ഞുങ്ങളുടെ നിലവിളിക്ക് വിലയുള്ളത്? ഇവിടെ ഈ ഒരു പെൺകുട്ടി 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി 2019 വിവാഹിതയായി ഭർത്തൃ വീട്ടിലേക്ക് ഏറെ സ്വപ്നങ്ങളുമായി പോകുന്നു. ആദ്യത്തെ 1 വർഷം പ്രത്യേകിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നീട് ആ കുടുംബത്തിലെ സഹോദരൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സഹോദരിക്ക് ഇത്തിരി കാശ് കൂടിപ്പോയി. അന്ന് തൊട്ട് ഷഹാന അവർക്ക് അനധിപതയായി. പിറ്റേ ദിവസം തൊട്ട് സ്ത്രീധനം കൂടുതൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്തൃ വീട്ടിൽ പീഡനം ആരംഭിച്ചു. ആ പീഡനത്തിന് നേതൃത്വം നൽകിയത് ഭർത്തൃമാതാവ് സുനിതയാണ്. എന്റെ ദൈവം, ഇന്നലെ ഞാൻ ഈ വീട്ടിൽ വന്ന് കണ്ടപ്പോ ഒരു സ്ത്രീയും ചെയ്യാത്ത രീതിയിൽ തന്റെ മരുമകളെ ക്രൂരമായി ഉപദ്രവിച്ച രംഗം കണ്ട് ഞെട്ടിപ്പോയി. നമ്മളൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്നവരാ. അമ്മയോ അമ്മായിയമ്മയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ ഒക്കെ സ്നേഹത്തോടെയും അങ്ങേറ്റം കരുതലോടെയും കൊണ്ടുപോകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും ആകാത്ത രീതിയിലേക്ക് ആ പെൺകുഞ്ഞിനെ കൊണ്ട് ഉപദ്രവിച്ചത് കടന്ന് ഞെട്ടി. ലോർഡ്സ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന സമയത്ത് ഷഹാനയുടെ ശരീരം കടിച്ചു മുറിച്ചിരിക്കുക അമ്മായിയമ്മ. ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ്. അത് ചെയ്തിട്ട് പോലും ഈ പോലീസ് അനങ്ങുന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രതിഷേധത്തോടുകൂടി ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അവസാനം കേസ് കൊടുക്കാതെ ആ പെൺകുട്ടി എത്രത്തോളം അങ്ങനെ കുടുംബത്തെ സ്നേഹിക്കരുത്, സ്വന്തം ജീവിതം കുടുംബത്തെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. ആ ഭർത്തൃമാതാവിനെതിരെ പരാതി കൊടുത്താൽ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞത് കൊണ്ട് കൊടുത്തില്ലെന്ന കുട്ടിയുടെ ഉമ്മായി സഹോദരങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം 26-ാം തീയതി ഭർത്താവ് വീട്ടിൽ വന്ന ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. ഇത്രയും ക്രൂരതകളേറ്റ വീട്ടിലേക്ക് വരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ വഴക്കുകൂടി. അതിനുശേഷം കുഞ്ഞിനെ തരില്ല എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. ആ വഴക്കിനൊടുവിൽ തന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു തോന്നിയാണ് ആ കുഞ്ഞ്
ഒരു മുഴ കയറിൽ ജീവൻ ഒഴുകിയത്. ഒരാഴ്ച പിന്നിടുന്നു, ഒരു വർഷം മാറി പുതുവർഷം വളരുന്നു. ഈ നിമിഷം വരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല. എന്തെന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞു കേൾക്കുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റുകാരാണ് കുടുംബത്തിൽ ആ പ്രതി കുടുംബം എന്നാണ് പറയുന്നത്. മാർക്സിസ്റ്റുകാരായ പ്രതിസ്ഥാനത്തേക്ക് വന്നു പോയാൽ പിന്നെ നോക്കണ്ട കേട്ടോ. പിന്നെ അത് പി കെ ശശി ആയാലും പി ശശി ആയാലും അല്ലെ, CPM-ന്റെ നേതാക്കന്മാർ സ്ത്രീപീഡന കേസുകളോ സ്ത്രീധന പീഡന കേസുകളിലോ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ കേസ് സ്വാഹ. എത്ര കേസുകളാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ഈ സ്ത്രീപീഡന ആരോപണം നേരിടും വ്യക്തിഗതമില്ലാതെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എല്ലാം അതിന്റെ പിന്നാലെ നടന്ന അവസാനം പാർട്ടിക്ക് പുറത്താക്കിയ ഒരു വലിയ വാർത്ത വരും. കുറച്ച് ആൾ കഴിയുമ്പോൾ ഗോപി കോട്ടംപിക്കലിനെടുത്ത് സംസ്ഥാന കമ്മിറ്റി വെച്ച് അതൊക്കെ തിരിച്ചു വയ്ക്കുകയും ചെയ്യും. ഇതാണ് കേരളം. ഏറ്റവും അവസാനം തിരുവല്ലയിൽ ബ്രാഞ്ച് സെക്രട്ടറി കഴിഞ്ഞ ആഴ്ച പുറത്താക്കുന്ന വാർത്ത ഇനി വരുന്നതാണ് ചിലപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും. സ്ത്രീപീഡന കേസിൽ പ്രതിയായ CPM സ്ഥാനക്കയറ്റം ഉറപ്പാണ്. ഇതൊന്നുമല്ല എന്നെ വേദനിപ്പിക്കുന്നത്. പി കെ ശശി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആ പാർട്ടിയോട് പറഞ്ഞു, പൊതുസമൂഹത്തിന്റെ കുട്ടി വല്ലാതെ പറഞ്ഞില്ല, പാർട്ടിയോട് പറഞ്ഞ് എത്തിത്തരമില്ലാതെ പാർട്ടി സഖാക്കൾ തന്നെ പുറത്തെത്തിച്ച വാർത്ത ആ പെൺകുട്ടിയെ പാർട്ടിയിൽ തരം താഴ്ത്തി. അയാൾക്ക് പിന്നെ പ്രൊമോഷൻ കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ ഞാൻ ഷൊർണൂരിലൂടെ പോകുമ്പോൾ ഒരു വലിയ പോസ്റ്റർ പി കെ ശശി നയിക്കുന്നു സ്ത്രീ സുരക്ഷാ യാത്ര. സ്ത്രീപീഡന കേസിൽ പ്രതിയായ ആരോപണ വിധേയനായ പി ശശി സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ത്രീ സംരക്ഷണ ജാഥയുടെ ക്യാപ്റ്റൻ. കുറുകനെ കോഴിക്കോടിന്റെ കാവൽ ഏൽപ്പിക്കുന്നത് പോലെയാണ് CPM. ഇതും പറഞ്ഞിട്ട് അതും പോരാണ്ട് ആ കേസിന് അങ്ങേയറ്റം വേദന തോന്നിയ കാര്യമാണ്. ഗത്യന്തരമില്ലാതെ പീഡനത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി രണ്ടുപേരെ ചുമതലപ്പെടുത്തി. ആരെയൊക്കെയാ? പരിണത പ്രശ്നമായ അന്ന് നിയമമന്ത്രിയാണ്, സംസ്ഥാനത്തെ നിയമമന്ത്രിയായിരുന്ന AK ബാലൻ. മറ്റൊന്ന് CPM-ന്റെ ഏറ്റവും മുതിർന്ന വനിതാ നേതാവ്, മുൻ MP, മുൻ മന്ത്രി ശ്രീമതി ടീച്ചർ. ബാലനും ശ്രീമതിയുടെ പാലക്കാട്ടേക്ക് പോയി. കുറച്ചു കാലത്തേക്ക് അനക്കുണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞ് പത്രക്കാരെ ചോദിക്കുന്നത് എന്തായി അന്വേഷണ റിപ്പോർട്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വിട്ടു. PK ശ്രീമതി എന്ന് പറഞ്ഞ സ്ത്രീ ഒപ്പിട്ട ആ റിപ്പോർട്ടിൽ പറയുന്നു പീഡനം ഉണ്ടായി, പക്ഷെ തീവ്രത പോരാ. തീവ്രത നടക്കുന്ന മാപിനിയും കൂടെ കൊണ്ടാണോ ശ്രീമതി ടീച്ചർ നടത്തുന്നെന്ന് AK ബാലൻ എഴുതിയാൽ അത് നിയമവിരുദ്ധമാണ്. കാരണം നിയമമന്ത്രിയാണ് സംസ്ഥാനത്തെ അന്ന്. ശ്രീമതി നീ ഒരു പെണ്ണല്ലേ എന്ന് നെഞ്ചിൽ കൈവച്ച് കേരളത്തിൽ ഓരോ സ്ത്രീയും ചോദിച്ചു. ഇന്ത്യൻ പീനൽ കോഡിന് 354A-B-C വകുപ്പുകൾ അതിന്റെ സബ്സെക്ഷൻസ് വായിച്ചു നോക്കിയാൽ പണ്ട് നമ്മുടെ ഋഷിരാജ് സിംഗ് IPS പറഞ്ഞതുപോലെ 14 സെക്കൻഡ് തുറച്ചു നോക്കിയാൽ പോലും നോൺ പേയബിൾ അഫൻസ് എന്ന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് പീഡനത്തിന് തീവ്രത പോരാണെന്ന് പറഞ്ഞ സ്വന്തം സഹാക്കളെ രക്ഷിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ത്രീ സഹാക്കളെ പീഡിപ്പിക്കുന്ന ആളുകളുടെ കണക്കെടുത്താൽ നമുക്ക് ഇന്നൊന്നും ഇതിന് പോകാൻ പറ്റത്തില്ല. ഈ വർഷം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്ര കേസുകൾ അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇന്ന് പാറശാല വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത്തരം കേസുകളൊന്നും നിയമ നടപടിയിൽ ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് പ്രതിയെ പിടിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പോലീസിന് പറയാൻ ഒരുപാട് ദിനങ്ങൾ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും. ഗണപതിയുടെ കല്യാണം പോലെ അല്ലേ പ്രതിയെ പിടിക്കുന്നത്. കൂടുതൽ സമ്മർദ്ദം പൊതുസമൂഹത്തിൽ ഉണ്ടായാൽ മാത്രമേ സഖാക്കൾ പറയും സഖാക്കളുടെ ഏതെങ്കിലും ബന്ധുക്കൾ പ്രതികരണത്തിന്റെ ഏതെങ്കിലും വശത്തുണ്ടെങ്കിൽ പിന്നെ ആ കേസിൽ പ്രതിയെ പിടിക്കില്ല, പ്രതിയെ സംരക്ഷിക്കും, പ്രതിക്ക് മുൻകൂർ ജാമ്യം കിട്ടുവാനുള്ള എല്ലാ ലൂപ്പോൾസും FIR-ൽ വിട്ടുകൊടുക്കും. പിന്നീട് പോലീസിന്റെ റിപ്പോർട്ട് കൊടുത്താൽ അതിൽ റിപ്പോർട്ട് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയുമോ, ഓർക്കാട്ടേരിയിൽ ഇതുപോലെ മരണം വരിച്ച ഷബ്നയുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ ആ കുഞ്ഞിന്റെ ഉമ്മായും വാപ്പായും 2 സഹോദരിമാരും ഉണ്ട്. ഇതുപോലെ 10 വയസ്സുള്ള മോളാ. നമ്മുടെ ഷഹാനയ്ക്ക് 1.5 വയസ്സുള്ള മോനാണെങ്കിൽ ഷബ്നയ്ക്ക് 10 വയസ്സുള്ള ഒരു മോളാണ് ഉമ്മയുടെ കൊലപാതകത്തെ കുറിച്ച് ലോകത്തോട് പറഞ്ഞത്. ആ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷം പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും കോഴിക്കോട്ട് അരൂരിൽ നിന്ന് ഓർക്കാട്ടേരിയിലെ ഭദ്രഗൃഹത്തിലെത്തി. അവരാദ്യം ചെയ്തത് ആ വീട്ടിലെ CCTV നോക്കി. CCTV നോക്കുമ്പോൾ കാണുന്നത് ഭർത്താവിന്റെ ഉമ്മയുടെ ആങ്ങള, പിന്നെ വേറെ കുറെ ബന്ധുക്കൾ എല്ലാം കൂടി ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അവരപ്പം തന്നെ ആ ദൃശ്യം ശേഖരിച്ചു. അതിന്റെ ഹാർഡ് ഡിസ്കും എടുത്തുകൊണ്ട് പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. പോലീസ് സാധാരണ പോലെ ഉഴപ്പ്. സാധാരണക്കാരുടെ ആരോഗ്യത്തിനും ജീവനും അഭിമാനത്തിനും ഈ സമൂഹത്തിൽ രക്ഷയില്ലല്ലോ, ആ നിലയിലാണല്ലോ പോകുന്നത്. എന്നിട്ട് വീണ്ടും പരാതിയായി മാധ്യമങ്ങളുടെ വാർത്തകൾ അറിഞ്ഞു. പ്രതിപക്ഷം അടക്കമുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ
സമൂഹത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികൾ ഇടപെട്ട് വിഷയമായപ്പോ വടകര ഡിവൈഎസ്പി ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുക. വടകര ഡിവൈഎസ്പി ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചത്രേ, പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞതാ, നിങ്ങളെടുത്ത് ആദ്യം പറഞ്ഞ് പോലീസിന്റെ പണിയെടുക്കാം, നിങ്ങൾ എന്തിനാ CCTVയുടെ തെളിവ് ശേഖരിച്ചത്, ഞങ്ങളല്ലേ തെളിവ് ശേഖരിക്കേണ്ടത്. ഒരുപക്ഷെ ആ വീട്ടുകാർ ആ തെളിവ് ശേഖരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പുറത്തും അതുവഴി മാധ്യമങ്ങളിലൂടെ വന്നില്ലായിരുന്നുവെങ്കിൽ ആ കേസിലും ഒരവസ്ഥ നടക്കത്തില്ലായിരുന്നു. അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീപീഡനങ്ങൾ നടക്കുന്നു, സ്ത്രീകൾക്കുള്ള ആക്രമണം നടക്കുന്നു, കുഞ്ഞു പെൺകുട്ടികളെ അതിക്രൂരമായി ആക്രമിച്ച് കൊല ചെയ്യുന്നു. ഇതിനിടയിൽ ഒന്നിനോ രണ്ടിനോ കേസ് നേരെ നടത്തി ശിക്ഷ കിട്ടുമ്പോ സഖാക്കളെല്ലാം ചാടി ഇറങ്ങിയിട്ട് പറയും, പിണറായി വിജയന്റെ ഭരണത്തിലേതാ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിച്ചിരിക്കുന്നു, പ്രതികൾക്ക് വേണ്ടി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കും. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സഖാക്കളെ വീമ്പളത്ത് കേട്ടത് ആലുവ കുഞ്ഞിന്റെ പീഡന കേസിലാണ്. അന്യസംസ്ഥാന തൊഴിലാളിയുടെ 5 വയസ്സുള്ള പൊന്നോമന മകളെ പിച്ചു ചീന്തി ക്രൂരമായി കൊല ചെയ്ത ആ കേസില് ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ച കേസിലാണ് കണ്ടത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയുമോ ആലുവ SP-യുടെ ആ റൂറൽ SP-യുടെ ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം. ആ സംഭവം നടന്നത്. ആ കുഞ്ഞിനെ കാണാതായ നിമിഷം തന്നെ കുഞ്ഞിന്റെ അമ്മ ഓടി ആലുവ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പരാതി കൊടുത്ത് വേറെ ഫോട്ടോ കൊടുക്കാനില്ല. ഫോട്ടോ വാപ്പയുടെ കുഞ്ഞിന്റെ അച്ഛനെവിടെ പോയിരിക്കുന്നു, അതിനെ വിളിച്ച് ഫോട്ടോ കൊടുത്തപ്പോ താമസിച്ചു. ഈ വിവരം അറിഞ്ഞ ദിവസം ആ നിമിഷം പോലീസ് ഇടപെട്ടിരുന്നുവെങ്കിൽ, ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ആ സമയത്ത് അതിന് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലെ കുറ്റിക്കാട്ടിൽ ആ ക്രൂരരാധകർ ആ കുഞ്ഞിനെ പിച്ചു ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ കുഞ്ഞിനെ സമയത്ത് പോലീസ് ആക്ട് ചെയ്തിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് ജീവനോടെ തിരിച്ചു കിട്ടുമായെന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഒരാളാണ് ഞാൻ. കേരളത്തിലെ പോലീസിനെ അടച്ചാക്ഷേപിക്കുവാൻ ഞാൻ തയ്യാറല്ല. ഈ ന്യൂ ഇയർ അടക്കം കഴിഞ്ഞിട്ട് വന്നു നിൽക്കുക. രാപ്പകൽ നമ്മുടെ നാടിനെ സേവിക്കാൻ വേണ്ടി കർമ്മനിരതരായി സത്യസന്ധരായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേരുന്നതാണ് കേരള പോലീസ്. സംശയമില്ല, അവരെ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് CPM-ന്റെ പാർട്ടി ഓഫീസുകളിൽ ഫ്രാക്ഷൻ മീറ്റിംഗുകൾക്ക് ശേഷം കടന്നു വന്ന് കേരളത്തിൽ ആരെങ്കിലും പിണറായി വിജയനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ പുഷ്ടി ഉയർത്തിയാൽ ആ പിണറായി വിജയന്റെ നയത്തിനെതിരെയുള്ള പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ കരിങ്കൊടി കാണിച്ചാൽ അവരെ തല്ലി എല്ലടിക്കണമെന്ന നിർദ്ദേശവുമായി പെരുവഴിയിൽ ഇറങ്ങി നിന്ന് നമ്മളെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കേരള പോലീസിന്റെ ബാനറിൽ സല്യൂട്ട് ചെയ്യാൻ നമുക്കാവില്ല. പിണറായിയുടെ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന പോലീസല്ലേ, അവർ ഗുണ്ടകളെ പോലീസ് ഗുണ്ടകളല്ലേ വിളിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ നവകേരള യാത്രയുമായി ആഡംബര ബസ്സിൽ ദൂരത്ത് നടത്തിയ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിയോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPO ലിസ്റ്റിൽ അംഗങ്ങളായിട്ടുള്ള PSC റാങ്ക് ലിസ്റ്റിൽ കൂടിയ കഷ്ടപ്പെട്ട് പഠിച്ച് നസീമിനെ പോലെ അല്ല കേട്ടോ, SFI നേതാക്കന്മാരെ പോലെ അല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുവാൻ വേണ്ടി രാവുകളെ പകലുകളാക്കി പഠിച്ച് ടെസ്റ്റ് എഴുതി കായികക്ഷമതാ പരീക്ഷയിൽ പാസ്സായി ഇന്റർവ്യൂ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ലിസ്റ്റിൽ കയറിയിട്ട് ലിസ്റ്റ് തീരാൻ വേണ്ടി കാലാവധിക്ക് ഇനി കുറച്ചേ ബാക്കിയുള്ളൂ, മാസങ്ങളെ ബാക്കിയുള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുട്ടികൾ പിണറായി വിജയനെ നേരിട്ട് കാണാൻ പോയിട്ട് ആ 20 മന്ത്രിമാരുകളെ നേരിട്ട് കാണാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് അവർ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥന്മാരെ കയ്യില് ഈ പരാതി കൊടുത്തു. പരാതി പോയത് എങ്ങോട്ടാണെന്നറിയോ? CPO റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തസ്തിക സൃഷ്ടിക്കേണ്ട സ്ഥലത്ത് തസ്തിക സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി പറയാൻ പറ്റില്ല കേട്ടോ. ഇയാള് ആരാ? കാരണഭൂതൻ പരിഭവിക്കും. പരാതി എന്നുള്ള വാക്ക് മലയാള ഡിക്ഷണറിയിൽ എടുത്തു കളയാൻ കാരണഭൂതന്റെ ഉത്തരവ്. ഇനിയിപ്പോ പറയേണ്ടതെന്ന് അപേക്ഷിക്കുന്ന പോലും പോലും പറയാത്ത കാര്യങ്ങളാണ് അവിടെ നാടുകാരിയും പിണറായി വിജയൻ പറയുന്നത്. പരാതി എന്ന് പറയാൻ പാടില്ല. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ CPO റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾ അപേക്ഷ കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ കുട്ടികൾ വിളിച്ചു ചോദിച്ചു എന്തായി പരാതി എന്ന്. അത് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അയച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് കൊടുക്കേണ്ട സാധനമാണ്. പിന്നെ എവിടെയാ? ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പിൽ അയക്കേണ്ട അപേക്ഷകൾ മറ്റ് പല വകുപ്പുകളിൽ കറങ്ങി നടക്കുന്നു. കേരളം മുഴുവൻ ഈ കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഈ യാത്ര കടന്നുപോയ മുഴുവൻ സ്ഥലത്ത് കച്ചവടക്കാർ അടക്കമുള്ള സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഭീഷണിപ്പെടുത്തി പണം സമാഹരിച്ചും അംഗൻവാടി അധ്യാപകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടക്കമുള്ള മുഴുവൻ പേരെയും ഭീഷണിപ്പെടുത്തി യോഗത്തിൽ പങ്കെടുപ്പിച്ചിട്ട്
ആ യോഗത്തിൽ ഒരാൾക്ക് പോലും പ്രയോജനം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, 4.25 ലക്ഷം രൂപ ലോൺ അടയ്ക്കാനുള്ള നിരപരാധിയായ ഒരാൾ അപേക്ഷ കൊടുത്ത് മന്ത്രിയുടെ കയ്യിൽ നിന്ന് മറുപടി വരുന്നു 515 രൂപ കുറച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയി 1000 രൂപ എണ്ണി കിട്ടിയത്, കൂലിപ്പണി മുടക്കിയിട്ട് പരാതി കൊടുക്കാൻ. അതേസമയം പിണറായി വിജയന്റെ കുടുംബത്തെയും കേരളത്തിലെ CPM-ന്റെ കുടുംബക്കാരുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാത്രമായി ശ്രീ പിണറായി വിജയൻ 2 തവണ മുഖ്യമന്ത്രിയും കുറച്ചു സമയം കേരളത്തിൽ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയുമായിരുന്ന ഭാര്യ കേരളത്തിലെ സ്കൂൾ അധ്യാപികയായിരുന്ന പിണറായി വിജയന്റെ സ്വത്ത് എത്രയാണ് അന്വേഷിച്ച് നോക്കിയാൽ എന്ത് കമ്മ്യൂണിസമാണ് അവർ ഈ നാട്ടിൽ നടത്തുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഓരോ മാർക്സിസ്റ്റുകാരുടെയും നിങ്ങൾക്കറിയുമോ, പ്രസംഗ പീഠങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, പാവപ്പെട്ട തൊഴിലാളികൾ എന്നിങ്ങനെ സൂര്യന് താഴെയുള്ള സകലമായ തൊഴിലാളികളുടെയും പേര് പറഞ്ഞ് വോട്ടുമായി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിലെ ഓരോ മന്ത്രിമാരുടെയും ആ ഭരണത്തവറിൽ കടിച്ചു കൊടുക്കുന്ന ഓരോ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെയും സ്വത്തിന്റെ ഉറവിടം അന്വേഷിച്ചെന്നാൽ എന്ത് കമ്മ്യൂണിസമാണ് അവരുടെ നടത്തുന്നതെന്നറിയും. പാവപ്പെട്ട മറിയക്കുട്ടി ചേട്ടത്തി നിവർത്തിയില്ലാതെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മാത്രം തന്റെ അത്താണിയായിട്ടുള്ള ആ സഹോദരി അന്നക്കുട്ടി ചേട്ടത്തിയും ഒന്ന് ഭിക്ഷാപാത്രം എടുത്ത് സർക്കാരിനോട് യാചിച്ചപ്പോഴേക്കും അവരെ സോഷ്യൽ മീഡിയയിൽ കൂടി അപമാനിച്ച് കഴിയും കടക്കില്ല. അവരുടെ മക്കള് എന്ത് ചെയ്യുന്നു നമുക്കും അവർക്കും അറിയാം. പക്ഷെ സഖാക്കൾ പറയുന്ന അവരുടെ മക്കൾ കോടികളുണ്ട്, വിദേശത്ത് അമേരിക്കയിൽ എവിടെയൊക്കെയോ ആണ്. എന്തായാലും ആ 80 വയസ്സുള്ള മറിയക്കുട്ടി ചേട്ടത്തിയെ ലേഡി ഓഫ് ദ ഇയർ എന്ന് പറയേണ്ടി വരും. തന്റേടത്തോടുകൂടി നീ സഖാക്കളോട് പൊരുതി അവരുടെ ഭീഷണികളിലൊന്നും പിന്മാറാതെ സത്യം ജനത്തിന് മുന്നിൽ തിരിച്ചറിയിച്ച ആ അമ്മയോട് ബിഗ് സല്യൂട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തരും മറിയക്കുട്ടിയെ പോലെ ആകണം. ഈ കമ്മ്യൂണിസ്റ്റ് പേർവാഴ്ച കാലത്ത് കമ്മ്യൂണിസം എന്ന മാർക്സിസം എന്ന വാക്കുച്ചരിക്കുവാനുള്ള അർഹതകളും കേരളത്തിലെ ഇന്നത്തെ CPM-കാർക്ക് ഇല്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ അടക്കമുള്ളവരുടെ വാക്കുകൾ ശരിയാണെന്ന് അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, പെൻഷൻ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു നമ്മോട്? 2 രൂപ അധികം ബൈക്കിൽ പോകുന്ന പെട്രോൾ അടിക്കുന്ന പാവപ്പെട്ട തൊഴിലാളി പോയി ശുചീകരണ തൊഴിലാളി അടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് നാട്ടിലെ സാധാരണക്കാരുടെ നിന്ന് സെസ് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇത് പെൻഷൻ കൊടുക്കാനാ പാവങ്ങൾക്ക്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സെസ്സും വാങ്ങിച്ച് അധിക നികുതിയും വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പെൻഷൻ ഇല്ല. KSRTC-കാർക്ക് പെൻഷൻ ഇല്ല. സർക്കാർ ജീവന ഈ പോലീസ് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സർക്കാർ ജീവനക്കാർക്ക് 6 DA 7ാമത്തെ DA ആകാൻ പോകുന്നു, കൊടുക്കുന്നില്ല. അതുപോലെ 2019 ശമ്പള അരിയർ ഇതുവരെ കൊടുത്തിട്ടില്ല. ശമ്പള പരിഷ്കാരത്തിന്റെ അരിയർ കൊടുത്തിട്ടില്ല. സംസ്ഥാനത്തെ അധ്യാപകർ തകർച്ചയിലാണ്. എത്ര അധ്യാപകരാണെന്നറിയാമോ? കേരളത്തില് ഒരു ഉച്ചക്കഞ്ഞി വിതരണത്തിന് പണം ഈ സർക്കാർ കൊടുക്കാതെ പിടിച്ചു വെച്ചതിന്റെ ഫലമായിട്ട് കോട്ടയത്തെ ഗീത ടീച്ചറടക്കം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന നവധൂർത്തിന്റെ പ്രതീകമായ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരന്റെ നയവൈകല്യം കൊണ്ടുകൊണ്ട് മാത്രമാണ്. പക്ഷേ ആർക്കും ഗുണമില്ലെന്ന് പറയരുത് കേട്ടോ. ഇവിടെ പിതാക്കന്മാരെ ഈ നിൽക്കുന്നവരിൽ ഭൂരിപക്ഷം പേര് പിതാക്കന്മാരായിരിക്കും. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ മക്കളോട് ഇത്രയും സ്നേഹമില്ല. നമുക്ക് ഒരച്ഛനും പിണറായി വിജയനെ പോലെ പുത്ര സ്നേഹമുള്ള അച്ഛനായി മാറിയിട്ടില്ല. ഉണ്ടോ? സ്വന്തം മോള് വീണ വിജയൻ അല്ലേ വീട്ടിലിരിക്കുമ്പോ ആ മോക്ക് കോടികൾ കിട്ടിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കരിമണൽ ബിസിനസ്സുകാരൻ കർത്തയുടെ ശശിധരൻ കർത്തയുടെ അക്കൗണ്ടിൽ നിന്ന് കോടികൾ വരുന്നു. ശ്രീ വി ഡി സതീശനോ ശ്രീ സുധാകരനോ ശ്രീ ടി കെ കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞ ആരോപണമല്ല, മറിച്ച് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ജുഡീഷ്യൽ പവറുള്ള ബോർഡിന്റെ നിയമപരമായ കണ്ടെത്തല. എന്നിട്ട് സഖാക്കൾ പറയുക അതിൽ ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയത്, അനുചിതമായി തോന്നിയത് നമ്മുടെ 1, 2, 3 മണിയുടെ ആരാ വെടിവെച്ചുകൊണ്ട് വെട്ടിക്കൊന്നു അല്ലെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ 1, 2, 3 മണി ഉണ്ടല്ലോ. മണി പറയുക വീണ ഒരു പാവം വീട്ടമ്മ. വീണ നിങ്ങൾ എല്ലാം കൂടി എന്തിനാ ഇങ്ങനെ ആക്രമിക്കുന്നത്? ഞാനും ഒരു വീട്ടമ്മയാ. എന്റെ അക്കൗണ്ടിലേക്ക് ആരും അയച്ചിരുന്നില്ല, 5 നയ പൈസ അയച്ചിരുന്നില്ല അല്ലെ. നമ്മുടെ ഭർത്താവോ സഹോദരങ്ങളോ ആരെങ്കിലും തരുന്നതല്ലാതെ നമുക്ക് ആർക്കും ആരും തരാനില്ല. വീണാ വിജയന്റെ ഒരു പാവം വീട്ടമ്മയുടെ അക്കൗണ്ടുകളിലേക്ക് കോടികൾ വരുന്നു. ഈ നാടിനെ ഉച്ചൂടും പിടിപ്പിച്ചു. AI ക്യാമറ വന്നു.
എന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാം ഞാനും ക്യാമറ പെട്ടു. അറിഞ്ഞോണ്ടല്ല, ആദ്യ കാലത്തേക്ക് ബെറ്റ് ഇടത്തില്ലായിരുന്നു. ഇപ്പൊ ബെറ്റ് ശീലമായിട്ടോ, പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് ശീലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൊല്ലത്ത് ടൗണിൽ ഇറങ്ങി യാത്ര ചെയ്ത എല്ലാ മുക്കിനും മൂലിലും പോലീസ് പതിയിരിക്കുക, ഫൈനടിക്കും. ഇതും പോരാഞ്ഞിട്ട് ക്യാമറ വേറെ ആകാശത്ത് നിന്ന് അങ്ങനെ ഇരിക്കുക. ആകാശത്ത് നിന്ന് പണം ഉണ്ടാക്കാൻ കാണിച്ച ആദ്യത്തെ സർക്കാരാണ് അല്ലേ? ആകാശത്ത് നിന്ന് പണം പിടുങ്ങും. ഈ പിടുങ്ങുന്ന പണം എങ്ങോട്ടാ പോണേന്ന് അറിയോ? അതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. പിണറായി വിജയന് 2 മക്കളാണ്, വീണ വിജയനും വിവേക് വിജയനും. കേരളത്തിലെ CPM-ന്റെ DYFI, SFI എന്ന് വേണ്ട നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും സ്വാശ്രയ കോളേജുകൾക്കെതിരായുള്ള സമരത്തില് പുറത്തിറക്കി വിട്ട് കേരളത്തിൽ അക്രമവും കൊലപാതകവും അടക്കം സംഭവിച്ച DYFI. ഈ അക്രമ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന DYFI-ക്കാരും SFI-ക്കാരും തല്ലുകൊണ്ട് എല്ലുമുറിയുമ്പോഴും അങ്ങ് വീട്ടുപറമ്പിൽ 5 ചെറുപ്പക്കാർ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നപ്പോഴും ഇങ്ങനെ രക്തരൂക്ഷിതമായ സമരം ഇപ്പോഴും സഖാക്കൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഒരു ചെറുപ്പക്കാർ മുതിർന്ന ആളായി, ഞാൻ LLB-ക്ക് പഠിക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത്. പുഷ്പൻ, സഖാവ് പുഷ്പന്റെ അപ്പുറവും ഇപ്പുറവും ചെന്ന് പാടും, പുഷ്പനെ അറിയാമോ സഖാവ്, പുഷ്പനെ അറിയാമോ എന്നൊക്കെ പാടും. ഈ പാടുന്ന ആ പുഷ്പനെ മൃതപ്രായനായി കിടന്ന് അടക്കമുള്ള സമരത്തിന് നേതൃത്വം നൽകുമ്പോ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കേരളത്തിലെ അറിയപ്പെടുന്ന സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു പിണറായി വിജയൻ. സ്വന്തം സഖാക്കളെ തല്ലുകൊല്ലാൻ വിട്ടിട്ട് മക്കളെ സ്വാശ്രയ കോളേജ്. മോനോ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ലക്ഷക്കണക്കിന് രൂപ അന്വേഷിച്ചപ്പോ എന്തായാലും സ്കോളർഷിപ്പ് കിട്ടിയൊന്നും പോയതല്ല. വലിയ 10ാം ക്ലാസ്സും +2 ഒക്കെ മാർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പ്രിയപ്പെട്ടവർ അന്വേഷിക്കട്ടെ. എന്നിട്ട് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി കാശ് കൊടുത്ത് പഠിക്കുന്നതാണെന്ന് അറിയില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും വിവേക് വിജയൻ അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രിയായിട്ട് വിവാദത്തിലൊന്നും കണ്ടില്ല. അപ്പൊ വിവേക് വിജയൻ മാന്യനായി ജീവിക്കുന്ന ആളാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇരിക്കുന്ന ക്യാമറയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ നേതാക്കന്മാർ അന്വേഷിച്ചു പോയപ്പോ കണ്ടെത്തിയത്, ഞാൻ ബെൽറ്റിടാതെ ഫൈൻ അടിച്ചാൽ അത് പോകുന്നത് പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛന്റെ കമ്പനിയിലേക്കാണ് അല്ലേ? അമ്മായി അച്ഛന് സ്വന്തം കുടുംബത്തിന് മാത്രമായ ഒരു സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രി ഈ നാടിന് അപമാനമാണ്. അങ്ങനെ കോടികൾ ഉണ്ടാക്കുന്ന തിരക്കിൽ എവിടെയാ പാവം ഷഹാനമാരുടെയും ഷഹ്നമാരുടെയും ഞാനടക്കമുള്ള കേരളത്തിലെ പാവം വീട്ടമ്മമാരുടെയും വേദനകൾ പിണറായിയോ കുടുംബമോ മന്ത്രിമാരോ കാണാൻ പോകുന്നത്? ഈ നാട് കുട്ടിച്ചോറാക്കുന്ന പിണറായി വിജയൻ ഭരണത്തിൽ ഈ പോലീസിനോട്, തിരുവല്ലത്തെ പോലീസിനോട് ഈ നാടിനെ സാക്ഷി നിർത്തി പറയുവാൻ ഒന്ന് മാത്രം, ഷഹാനയുടെ ഘാതകരെ ഏത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ ഏത് അന്തഃപുരത്തിലേക്ക് നിങ്ങൾ അടച്ചാലും, നിങ്ങൾ ആ ഏത് അന്തഃപുരത്തിൽ ഒളിപ്പിച്ചു വെച്ചാലും, ജനകീയ കോടതിയിലൂടെ നിയമത്തിന്റെ പരിധിയിലൂടെ നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരുവാനുള്ള ജനാധിപത്യ രീതിയിലുള്ള സമരവുമായി കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകും. ജില്ലയിലെ മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെങ്ങും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അമ്മായിയമ്മ ശരീരം കടിച്ചു പറിച്ച് വേദന സഹിക്കേണ്ടി വന്നിട്ട് പോലും ആ അമ്മായിയമ്മയെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് ഈ യൂണിഫോം ഇട്ട് നടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി നോക്കണമെന്നാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ആത്മരോഷത്തോടു കൂടി ഞാൻ ചോദിക്കുന്നത്. ഇന്നലെ ഇവിടെ വന്നപ്പോ ഈ സ്ഥിതിഗതിയെ മനസ്സിലായപ്പോഴാണ് 1-ാം തീയതി ആയിട്ട് പോലും മറ്റെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ കുറച്ചുപേർ ഇവിടേക്ക് സമരവുമായി വന്നത്. ഈ സമരത്തിന് ഉന്നയിക്കുന്ന ആവശ്യം, ഏറ്റവും ന്യായമായ ആവശ്യം, ഷഹാനിയെ കൊലയ്ക്ക് കൊടുത്തവരുടെ അവരെ കണ്ടെത്താൻ പോലീസ് ഇനിയും തയ്യാറാകുന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഈ ജില്ലയിലെ മുഴുവൻ മഹിളാ കോൺഗ്രസുകാരും ഉൾപ്പെടെ പോഷക സംഘടനകളും വർഗ ബഹുജന സംഘടനകളുമായി തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വരവുണ്ട്. ആ വരവ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ തിരിച്ചാൽ മാത്രമല്ല, നിങ്ങളുടെ ഇരുവണ്ടികൾ ഉപയോഗിച്ച് ഇടിച്ചു ഉപയോഗിച്ചാലും നിങ്ങളെ കയ്യിലിരിക്കുന്ന ലാത്തിയല്ല, നിങ്ങൾ സ്ഥിരമായി അറിയുന്ന ഗ്രനേഡുകളോ ഷെല്ലുകളോ എന്ന് വേണ്ട, ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന ഏത് ആയുധങ്ങളും എറിഞ്ഞ് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കാനും അവസാനത്തെ കോൺഗ്രസുകാരും ജീവിച്ചിരിക്കുന്നവരെ ന്യായത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുകയാണ് ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയൊരു പൊങ്കുഞ്ഞിന് പോലും സ്ത്രീധനത്തിന്റെ പേരിൽ ഈ കൊച്ചു കേരളത്തിൽ ജീവൻ പൊലിയാൻ അവസരം കൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ നിലപാടോടുകൂടി ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ.
നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സ്ത്രീധന നിരോധന നിയമത്തിന്റെ ചട്ടങ്ങൾ കേരള സംസ്ഥാനം ഇനിയും പരിഷ്കരിച്ചിട്ടില്ല. ആ നിയമപരമായ ഉത്തരവാദിത്വം പോലും നിറവേറ്റാത്ത കേരളത്തിലെ ഗവൺമെന്റ് ഒരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടുപോയി. കേരളത്തിൽ ഒരു വനിതാ കമ്മീഷനുണ്ട്. ചെയർപേഴ്സൺ സബി ദേവി അല്ലേ? വനിതാ കമ്മീഷന്റെ ക്വാസി ജുഡീഷ്യൽ പദവിയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവരെ ഈ കടയിൽ നിന്ന് മുട്ടുസൂചി വാങ്ങിയാൽ പോലും കിട്ടുന്ന നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ദൂർത്തടിച്ചുകൊണ്ട് കേരളത്തിലെ വനിതാ കമ്മീഷൻ സംസ്ഥാനത്ത് CPM-ന്റെ പോഷക സംഘടനയെ പോലെ പ്രവർത്തിക്കുകയാണ്. ഏതെങ്കിലും CPM-കാരല്ലാത്തവര് പ്രതിയായ കേസ് വന്നാൽ സഹകടങ്ങളിലേക്ക് അതൊരു ഉറപ്പാണ്. കുമ്പളന്ന സേവയാണ്. അപ്പൊ ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് അവരിപ്പൊ മൂക്കി കയറ്റി കളയുന്നൊക്കെ പ്രസ്താവന നടത്തി പോകും. പിന്നെ പോകുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയില്, CPM-ന്റെ ആഘോഷ പരിപാടികളില്, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകൃതമായി സുഗതകുമാരി ടീച്ചറും ജസ്റ്റിസ് ശ്രീദേവി മാഡവും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുൻ മന്ത്രി ശ്രീമതി M കമലവും ശ്രീമതി റോസക്കുട്ടി ടീച്ചറും അടക്കമുള്ള മുൻഗാമികൾ ഇരുന്ന കസേരയാണ്. അതിൽ ശ്രീമതി M കമലവും ശ്രീമതി റോസക്കുട്ടി ടീച്ചറും അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. പക്ഷെ ഒരു ദിവസം അവർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി ചുമതലയേറ്റതിനു ശേഷം, കോൺഗ്രസിന്റെ പ്രതിനിധികൾ വനിതാ കമ്മീഷൻ അംഗങ്ങളായി ചുമതലയേറ്റതിനു ശേഷം നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു നിമിഷം അതിന്റെ കാലാവധി കഴിഞ്ഞ് പുറത്തു പോകുന്നത് വരെ അവരാരും തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ KPCC ഓഫീസിന്റെ പടിവാതിൽ ചവിട്ടിയിട്ടില്ല. ഒരു പാർട്ടി പരിപാടികളും പങ്കെടുത്തിട്ടില്ല. ക്വാസി ജുഡീഷ്യൽ പവർ എന്ന് പറയുന്ന നിയമത്തിന് വിധേയമായി നിഷ്പക്ഷമായി നീതിപൂർവമായി പ്രവർത്തിക്കേണ്ട ഒരു ഇടമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വനിതാ നേതാക്കന്മാർ പാർട്ടി പ്രവർത്തകരായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനയാക്കി കേരളത്തിലെ വനിതാ കമ്മീഷൻ മാറ്റിയിരിക്കുന്നു. അതിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നോ വനിതാ കമ്മീഷൻ? ആരെങ്കിലും ഷമീർ വന്നോ? വന്നിട്ടില്ല. സഖാക്കളുടെ പീഡന കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതായിരിക്കും അല്ലെ? മേബി അതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വരാതിരിക്കുമോ? ഈ നാടിനെ ഞെട്ടിച്ചുകൊണ്ടൊരു സ്ത്രീധനം പീഡന മരണം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വനിതാ കമ്മീഷൻ തിരിച്ചുവിടുന്നത്? അതിന്റെ നിയമപരമായ ബാധ്യത നിറവേറ്റാൻ അവർ തയ്യാറല്ലെങ്കിൽ, അവർ വെറും പാർട്ടി പ്രവർത്തനം മാത്രമായി അധപ്പതിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ ദൂർത്തടിക്കുന്നത്? എത്രയോ പേരുടെ കണ്ണുനീരിന് സാന്ത്വനമാകേണ്ട ഒരു സ്ഥാപനമാണെന്ന് അറിയുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അവസാനിപ്പിക്കുന്നത് ഇന്നത്തെ സൂചനാ സമരം മാത്രമാണ്. പ്രതികളെ പിടിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രതിരോധം ഞങ്ങൾക്കെതിരെ തീർത്താലും ഞങ്ങളിലെ സമരാഗ്നി അടയ്ക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം ഞങ്ങളുടെ പൂർവികർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും മഹിതമായ പാരമ്പര്യമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. ഞാൻ അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർ നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ഏത് ഇരുപ്പടികൾക്കുള്ളിൽ ഞങ്ങളെ ആക്കിയാലും ശക്തമായി അവിടെ നിന്ന് നിയമപരമായി പൊളിച്ച് നീതിക്കുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകും. ഷഹാനയ്ക്ക് നീതിയുടെ ഷഹാനയുടെ ആത്മാവിന് നീതി വാങ്ങിച്ചു തരുന്നവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരമ്മ എന്ന നിലയിൽ ഷഹാനയുടെ കുഞ്ഞിനെ ഇന്നലെ കണ്ടപ്പോൾ ആ നിഷ്കളങ്ക മുഖത്തിൽ ഉമ്മയെ അന്വേഷിച്ച് ഓരോ മുറിയും, വീട്ടിലെ ഓരോ മുറിയും ചെന്ന് ഉമ്മ എവിടെയും ചോദിക്കുമ്പോൾ ഉമ്മയെ ചോദിച്ചിരിക്കുന്ന കുടുംബാംഗം പറഞ്ഞൊരു വിവരം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നവാസ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെ കടക്കിലുള്ള ആ മനുഷ്യൻ ഈ വിവരം അന്വേഷിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് ആ വിവരം അവരെ അറിയിച്ചുകൊണ്ടാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയത് എന്നൊരു ആരോപണം കൂടി കുടുംബം നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഈ പ്രതികളെ പിടിക്കുന്നത് വരെ നമുക്ക് വിശ്രമിക്കണ്ട. ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ല. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവസാന ശ്വാസം നിറഞ്ഞ ഓരോരുത്തരും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷഹാനയുടെ പൊന്നുമോന്റെ ഒരിക്കലും നമുക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത അപരിഹാര്യമായ നഷ്ടത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഒരിക്കൽ കൂടി ഇനിയും മാഞ്ഞു പോയിട്ട്
ആയിട്ടില്ലാത്ത ഇനിയും നമ്മളിൽ അവശേഷിക്കുന്ന കേരള പോലീസിലുള്ള വിശ്വാസമുണ്ട്. വിശിഷ്യ ഫോർട്ട് AC ശ്രീ ഷാജി അടക്കമുള്ള ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ മേൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഏത് സമ്മർദ്ദം വന്നാലും ഇട്ടിരിക്കുന്ന കാക്കിയോട് കൂറുള്ള ഉദ്യോഗസ്ഥങ്ങളിൽ നിങ്ങൾ ആ നിർദ്ദേശങ്ങൾ കേൾക്കാതെ നീതിക്കൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയോടുകൂടി തിരുവല്ലം പോലീസ് ഓഫീസറും അത് ചെയ്യും. ശ്രീ രാഹുലും അതിന് മുൻകൈയെടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. സംസാരിക്കാൻ KPC എന്ന ശ്രീ കമലനാരായണൻ.